അമരക്കുനി മേഖലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുത്തു. സുർജിത്ത് അയ്യപ്പത്ത് അമരക്കുനിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. സുർജിത്ത്, എല്ലാ സ്കൂളുകൾക്കും അവധിയാണോ? പരീക്ഷകൾ നടക്കുമോ? അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറഞ്ഞാൽ സൗകര്യമായി. SKN, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കടുവാ ഭീതി നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കാൻ കളക്ടർ തീരുമാനിച്ചത്. കളക്ടർ ഈ മേഖലയിലുള്ള വിദ്യാലയങ്ങൾക്ക് അവധി നൽകണമെന്ന് DDE വഴി ബത്തേരി AEOയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെ വാർഡ് മെമ്പർ ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ സ്കൂളുകളാണ് ഈ മേഖലയിലുള്ളത്, ഈ കടുവ വിഷയം നടക്കുന്ന പ്രദേശത്ത്? കടുവയുടെ സാന്നിധ്യമുള്ളത് അമരക്കുനി കാപ്പിസെറ്റ് മേഖലയിലാണ്. ഈ പ്രദേശത്ത് 4 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കാപ്പിസെറ്റ് ബാങ്ക് കവലയുള്ള ഗവൺമെൻറ് ഹൈസ്കൂള്, പിന്നെ ഉള്ളത് ചെറ്റപ്പാലം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ ആടിക്കൊല്ലി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, പിന്നെ SN ബാലവികാർ, അതായത് കാപ്പിസെറ്റിൽ നിന്നും കന്നാരമ്പഴിക്ക് പോകുന്ന വഴിക്കുള്ള സ്കൂള്. ഈ 4 സ്കൂളുകളാണ് ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ളത്. രാവിലെ സ്കൂൾ കുട്ടികൾ എല്ലാം LP സ്കൂളുകളാണ്. അപ്പം ചെറിയ കുട്ടികളാണ് ഈ സ്കൂളുകളിലേക്ക് പോകുന്നത്. അപ്പം അവർക്ക് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, ഭയമുള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കലക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സ്കൂളുകൾക്ക് അവധി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വാർഡ് മെമ്പർ പറഞ്ഞ ആ സ്കൂളുകൾ ഈ പരിധിയിൽ വരുന്ന സ്കൂളുകളാണ്. ഈ അമരക്കുനി, ഒപ്പം തന്നെ ഈ തൂപ്ര, ഈ ദേവർഗദ്ദ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്കൂളുകളാണ്. ആ സ്കൂളുകൾക്കാണ് അവധി നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അത് ഈ മാതാപിതാക്കൾ, ഇവിടുത്തെ ഈ മേഖലയിലെ ആളുകളുടെ മാതാപിതാക്കൾ, കുട്ടികളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഒരു ജാഗ്രത കൂടി പാലിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം. വാർഡ് മെമ്പർ പറഞ്ഞ ആ സ്കൂളുകൾക്ക് ആണ് അപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. SKN.